നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിലെ പോരവസാനിക്കുന്നില്ല. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സഖാക്കൾ ഷാഫിക്കിട്ട് താങ്ങുകയാണ്. ഇത് നേരെ ഉൾട്ടയായിട്ട് ശൈലജ ടീച്ചർക്കിട്ട് തന്നെ കിട്ടുകയും ചെയ്യുന്നു. മഹാന്മാരെ അടുത്തറിഞ്ഞ് വിഗ്രഹമുടഞ്ഞ അവസ്ഥയിലാണ് ആരാധകരുള്ളത്. നിങ്ങൾ ചാർത്തുന്ന വർഗീയ ചാപ്പയൊന്നും അയാളുടെ മതേതര മുഖത്ത് ഏൽക്കില്ല. ഷാഫിയെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന CPM സൈബർ കൂട്ടത്തെ പൊളിച്ചടുക്കുകയാണ്. അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞു തുടങ്ങിയ വിവാദം വർഗീയതയിൽ കൊണ്ടെത്തിച്ച് വടകരയിൽ ശൈലജയുടെ കുഴി തോണ്ടിയത് അണികളാണ്. ഇപ്പോൾ ശൈലജയെയും കൂട്ടരെയും കുടഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയെക്കുറിച്ചുള്ള ഇടത് കണ്ണീർ തോരുന്നില്ലല്ലോ. PR കാറ്റ് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ഷാഫി പറമ്പിൽ ജനകീയത എന്ന മൊട്ടുസൂചി കൊണ്ട് പൊട്ടിച്ചതിന്റെ കൂട്ടക്കരച്ചിലാണത്. വടകര തെരഞ്ഞെടുപ്പിൽ ശ്രീമതി KK ശൈലജയും ശ്രീ ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരം എന്തുകൊണ്ട് നന്നായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീമതി ശൈലജ എന്നത് PR ഏജൻസിയുള്ള ഒരു കുമാരപിള്ള സഖാവാണ് എന്നും അല്ലാതെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച ഒരു ബിംബമല്ല എന്നും ബോധ്യമായി. ക്രിസ്പിൻ പറഞ്ഞ മഹാന്മാരെ അടുത്തറിഞ്ഞ് വിഗ്രഹമുടഞ്ഞ അവസ്ഥയാണ് ആരാധകർക്ക്. തോൽവി മുന്നിൽ കണ്ടപ്പോൾ ശ്രീമതി ശൈലജ നടത്തിയ ചീപ്പ് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ നോക്കൂ. 1. ഷാഫി പറമ്പിൽ മത്സരിക്കുവാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞു അയാൾ മുസ്ലിം സമുദായം നേരിടുന്ന ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാറേയില്ല എന്ന്. അത് തെറ്റാണെന്ന് അയാൾ നടത്തിയ ഇടപെടലുകളുടെയും സമരങ്ങളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംവദിച്ചപ്പോൾ അത് തകർന്നു. 2. പിന്നെ പറഞ്ഞു അയാൾ ശ്രീമതി ശൈലജയുടെ അശ്ലീല വീഡിയോ വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്ന്. എങ്കിൽ ആ വീഡിയോ എവിടെയെന്ന് പൊതുസമൂഹം തിരിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തടി തപ്പി. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ ഒരു വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. ആ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് ദിവസം പോലും ശ്രീമതി ശൈലജ ആ കള്ളപ്രചാരണം ആവർത്തിച്ചു. SDPI വോട്ട് വേണ്ട എന്ന് ആർജവത്തോടെ പറഞ്ഞ മനുഷ്യനെതിരെ നിങ്ങൾ പറഞ്ഞ വർഗീയ പ്രചാരണം വടകരയും കേരളവും പുച്ഛിച്ചു തള്ളി. ശ്രീമതി ശൈലജ ആൻഡ് ടീം, നിങ്ങൾ അയാളെ ആദ്യം മുസ്ലിം ഇഷ്യൂസിൽ ഇടപെടാത്തയാൾ എന്ന് വിളിച്ചു, പിന്നീട് അയാളെ വർഗീയവാദി എന്ന് വിളിച്ചു. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളുടെ ടീമിലെ മെമ്പർ താഹിറുമാരോട് പറ. ഷാഫി പറമ്പിലിനെ പാലക്കാട് വഴി കേരളീയ പൊതുസമൂഹത്തിനറിയാം. അയാൾ മതമല്ല മനുഷ്യനെയാണ് കാണുന്നത്. ആ മനുഷ്യർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവരുടെ പ്രശ്നങ്ങളിലാണ് ഇടപെടുന്നത്. ഞങ്ങളെയൊക്കെ സഹോദര സ്ഥാനത്ത് കണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ നേരം പോക്കിൽ പോലും മതം ഒരു മാനദണ്ഡമായിട്ടില്ല. നിങ്ങൾ ചാർത്തുന്ന വർഗീയ ചാപ്പയൊന്നും അയാളുടെ മതേതര മുഖത്ത് ഏൽക്കില്ല. ഇത് ഐറ്റം വേറെയാണ് ടീച്ചറെ. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടം തിരിച്ചടിച്ചത്. ഇതിനിടെ ഷാഫിക്കെതിരെ ആരോപണവുമായി P ജയരാജൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിവാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിചന്ദ്രനാണ് എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചുവെന്നുമാണ് ഇപ്പോൾ ടിയാൻ പറയുന്നത്. പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ടാ ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത്? ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞു. UDFകാർ ഇറക്കിയ വ്യാജ വീഡിയോ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഈ മാന്യദേഹം തള്ളി പറഞ്ഞുവോ? ഒരു നാടിനെ ആകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി. തെരഞ്ഞെടുപ്പ് വരും പോകും, ജയിക്കും തോൽക്കും. പക്ഷേ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചാരണം നടത്തരുത്. ഇന്നലെ മുളച്ചു പൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാവില്ല. 3 തവണ MLA ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ. നിങ്ങൾ നടത്തിയ വർഗീയ പ്രചാരണം സമൂഹത്തിലുണ്ടാക്കിയ ആഘാതത്തിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എത്രയൊക്കെ തറവേല നടത്തിയാലും ശൈലജ ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാകില്ല. വൻ ഭൂരിപക്ഷത്തിൽ ടീച്ചർ വിജയിക്കും. ഇതായിരുന്നു P ജയരാജൻ പറഞ്ഞത്. എന്തായാലും വടകരയുടെ പേരിൽ അടിയോടടിയാണ് നടക്കുന്നത്. ആര് ജയിക്കും എന്നത് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം.